എല്ലാവർക്കും നമസ്കാരം. വില്ലേജ് നോട്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ യാത്ര മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു ഡാം കാണാനാണ് ഗൈസ്. കേരളത്തിൽ തന്നെ 2-3 ഡാമേ മണ്ണുകൊണ്ടുണ്ടാക്കിയതുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. നിങ്ങൾക്ക് കൂടുതൽ അറിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എപ്പോഴും പോലെ ഗൗരിയുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് കൊളാക്കണില്ല. നമ്മുടെ സ്വന്തം വാഴാനി ഡാമിലേക്കാണ് കേട്ടോ ഞാൻ വന്നേക്കണത്. അപ്പോൾ ഇതാണ് ഡാമിലേക്ക് കയറാനുള്ള വഴി. ടിക്കറ്റിന് ഒരാൾക്ക് 20 രൂപയെ വരുന്നുള്ളൂ. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നിറച്ചും മരങ്ങളായിരുന്നു കേട്ടോ. അതുമാത്രമല്ല, നമുക്ക് ഒരുപാട് നടന്ന് കാണാനും ഉണ്ട്. ഏറ്റവും കൂടുതൽ എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് എന്താണെന്ന് വെച്ചാൽ, വളരെ വലിയ വലിയ മരങ്ങളിലെല്ലാം അവർ ഓരോ ഊഞ്ഞാല് വീതം ഇട്ടിട്ടുണ്ട്. കയറി വന്നപ്പോൾ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് തന്നെ വല്ലാത്തൊരു സന്തോഷം തോന്നി ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മുൻവശം എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് ഡാം കാണാനുള്ള ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഈ ഗേറ്റിലൂടെ അങ്ങ് നടന്നാൽ നമുക്ക് ഡാം നടന്ന് വിശാലമായിട്ട് കാണാം. ഡാമിൻ്റെ മുകളിൽ നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞാൻ കുടയും കൈ പിടിച്ചിട്ടാണ് ആ ഡാം മുഴുവൻ ചുറ്റിക്കണ്ടത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡാം മുഴുവനായിട്ടൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ ഗൈസ്, നീണ്ടു നിവർന്ന് പരന്നങ്ങ് കിടക്കുകയാണ് നമ്മുടെ വാഴാനി. ഡാം കാണാൻ വേണ്ടി പോയതാണെങ്കിലും ഒട്ടും വിചാരിക്കാത്ത ഒരു അതിഥീനെ കൂടി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, വാഴാനിയിലുള്ള ഒറ്റക്കൊമ്പനാണ് ഗൈസ് ഇത്. അങ്ങനെ പുള്ളിക്കൊരു ഹൈഫൈ കൊടുത്ത് ഞാൻ വീണ്ടും നടന്നു. ഇതാണ് ഡാമിൻ്റെ മുകളിലെ കാഴ്ച എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് നിറച്ചും മരങ്ങളും മറ്റേ ഭാഗത്ത് നിറച്ചും വെള്ളമായിട്ട് എന്താ പറയുക, വളരെ മനോഹരമായൊരു കാഴ്ച. പിന്നെ ഞങ്ങൾ നേരെ നടന്നത് തൂക്കുപാലത്തിലേക്കാണ്. ഇതാണ് തൂക്കുപാലത്തിലേക്ക് പോകാനുള്ള വഴി എന്ന് പറയുന്നത്. നേരെ ഈ പാലത്തിൽ നിന്ന് പോയിട്ട് കുറച്ച് സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് തൂക്കുപാലത്തേക്ക് എത്താൻ പറ്റും. തൂക്കുപാലം അതുപോലെ തന്നെ വളരെ മനോഹരമാണ് കേട്ടോ. ദേ ഇതാണ് തൂക്കുപാലത്തിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന കാഴ്ചകൾ. തൂക്കുപാലത്തിൻ്റെ 2 സൈഡും മരങ്ങളാണ് കേട്ടോ വരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് ഗാർഡനിലേക്കാണ് കേട്ടോ. ഗാർഡൻ ഒരു രക്ഷയില്ല ഗൈസ്, വളരെ മനോഹരമായിരുന്നു. കാരണം അവർ അതുപോലെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഓരോ ചെടിയിലും അവർ അത് തൊടരുത്, പറിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് തൊടാനും നുള്ളാനും നിന്നില്ല കേട്ടോ. ഗാർഡൻ്റെ ഒരു പകുതിയുടെ പകുതിയാണ് ഞാൻ ഫോണിൽ പകർത്തിയിട്ടുള്ളൂ. കാരണം ഒരുപാട് സ്ഥലമുണ്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർക്ക് കുട്ടികൾക്ക് അവിടെ തന്നെ കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കുകളും ഉണ്ട് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, നല്ല രീതിയിൽ ഈ ബുഷൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ചേച്ചിമാർ. പിന്നെ ഞങ്ങൾ പുറത്തേക്കുള്ള വഴി അന്വേഷിച്ചുള്ളൊരു നടത്തായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് താഴെ കിടന്നിട്ട് ഒരു സാധനം കിട്ടിയിട്ടോ. ഇതാണ് സാധനം, ഒരു മരത്തിൻ്റെ അടിയിൽ കിടന്ന് കിട്ടിയതാണ്. പൂ എന്തോ കരിഞ്ഞു വീണ് ഉണങ്ങിയതാന്ന് തോന്നുന്നു. എന്തായാലും ഞാനതെടുത്ത് പോക്കറ്റിലിട്ടു കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഊഞ്ഞാലും ആടി ഞങ്ങൾ നേരെ ബസ്സിൽ കയറി കേട്ടോ. അരമണിക്കൂർ കൂടുമ്പോൾ ഇവിടുന്ന് ബസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.